ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഹിരോഷിമ നാഗസാക്കി ക്വിസിന്റെ ആദ്യ ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ഹിരോഷിമ നാഗസാക്കി ക്വിസിൽ വിജയിക്കാം. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. ഏതു രാജ്യത്തിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഉത്തരം ജപ്പാൻ. ജപ്പാനിലെ ഏതു നഗരത്തിലാണ് ആദ്യം അണുബോംബ് വർഷിക്കപ്പെട്ടത്? ഉത്തരം ഹിരോഷിമ. ഹിരോഷിമ നഗരത്തിൽ അണുബോംബ് വർഷിക്കപ്പെട്ടത് എപ്പോൾ? ഉത്തരം 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിന്റെ പേര് എന്ത്? ഉത്തരം ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആര്? ഉത്തരം പോൾ ടിബറ്റ്സ്. ജപ്പാനിൽ അണുബോംബ് വർഷിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹാരിസ് എസ് ട്രൂമാൻ. ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബിടുമ്പോൾ ജപ്പാൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ടോജോ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഭംഗിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ഏത്? ഉത്തരം ആൻ ഫ്രാങ്കിന്റെ ഡയറി. രണ്ടാമതായി അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ച നഗരം ഏത്? ഉത്തരം നാഗസാക്കി. നാഗസാക്കിയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആര്? ഉത്തരം ചാൾസ് സ്വീനി. നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിന്റെ പേര് എന്ത്? ഉത്തരം ഫാറ്റ്മാൻ. നാഗസാക്കി നഗരത്തിൽ അണുബോംബ് വർഷിക്കപ്പെട്ടത് എപ്പോൾ? ഉത്തരം 1945 ഓഗസ്റ്റ് 9. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ഉത്തരം ഹിരോഷിമ. യുദ്ധവും സമാധാനവും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ചരിത്ര പ്രസിദ്ധമായ E=mc² എന്ന സമവാക്യത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. നാഗസാക്കിയിൽ പ്രയോഗിച്ച ബോംബ് നിർമ്മിച്ച വസ്തു ഏത്? ഉത്തരം പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ പ്രയോഗിച്ച ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച പദാർത്ഥം ഏത്? ഉത്തരം യുറേനിയം 235. ഫാറ്റ്മാൻ ബോംബ് വഹിച്ച യുദ്ധവിമാനത്തിന്റെ പേര് എന്ത്? ഉത്തരം ബോസ്കർ. ആറ്റം ബോംബിന്റെ ഇരയായവർക്ക് പറയുന്ന പേര് എന്ത്? ഉത്തരം ഹിബാകുഷ. ഹിബാകുഷ എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം എന്ത്? ഉത്തരം സ്ഫോടന ബാധിത ജനത. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷണം നടന്നതായി പരിഗണിക്കപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ. മെക്സിക്കോയിലെ മരുഭൂമിയിൽ പരീക്ഷണം നടത്തിയ ബോംബ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ദി ഗാഡ്ജറ്റ്. ഇന്ത്യയുടെ ആദ്യ ആറ്റം ബോംബ് പരീക്ഷണം നടന്നത് എവിടെ? ഉത്തരം രാജസ്ഥാനിലെ പൊക്രാനിൽ. രാജസ്ഥാനിലെ പൊക്രാനിൽ എപ്പോഴാണ് ആറ്റം ബോംബ് പരീക്ഷണം നടന്നത്? ഉത്തരം 1974 മെയ് 18. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയുടെ ആണവ പരീക്ഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്മൈലിംഗ് ബുദ്ധ. ഇന്ത്യയുടെ ആറ്റം ബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ആറ്റം ബോംബിന്റെ പിതാവ് ആര്? ഉത്തരം റോബർട്ട് ഓപ്പൺ ഹെയ്മർ. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏത്? ഉത്തരം മാൻഹാറ്റൻ പ്രോജക്റ്റ്. ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം പ്ലൂട്ടോണിയം. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആര്? ഉത്തരം രാജ രാമണ്ണ.
ഹിരോഷിമയിൽ വീണ അണുബോംബിന്റെ ഭാരം എത്ര? ഉത്തരം ഏകദേശം 4 ടൺ. അണുബോംബ് ആക്രമണത്തിന് ശേഷം യുദ്ധം അവസാനിക്കാൻ എത്ര ദിവസം എടുത്തു? ഉത്തരം 6 ദിവസം. ജപ്പാൻ 1945 ഓഗസ്റ്റ് 15 കീഴടങ്ങി. ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത്? ഉത്തരം എനോള ഗേ. നാഗസാക്കിയിൽ ഏത് സമയത്തായിരുന്നു ആക്രമണം നടന്നത്? ഉത്തരം പ്രാദേശിക സമയം 11:02. ഏതു രാജ്യമാണ് 1945 ഓഗസ്റ്റ് 8 ജപ്പാനോട് യുദ്ധം പ്രഖ്യാപിച്ചത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. ഹിരോഷിമ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ജോൺ ഹെർസി. താപവികിരണ രോഗം റേഡിയേഷൻ സിക്നസ് കാരണം ആദ്യമായി മരിച്ചത് ആരാണ്? ഉത്തരം സദാക്കോ സസാക്കി. സദാക്കോ സസാക്കി മരിച്ചപ്പോൾ എത്ര വയസ്സായിരുന്നു? ഉത്തരം 12 വയസ്സ്. ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങിയത് എന്ന്? ഉത്തരം 1945 സെപ്റ്റംബർ 2. ഹിരോഷിമയിൽ അണുബോംബ് എപ്പോഴാണ് വീഴ്ത്തിയത്? ഉത്തരം പ്രാദേശിക സമയം 8:15. എനോള ഗേ എന്ന വിമാനം എവിടെ നിന്നാണ് ഹിരോഷിമയ്ക്ക് പോയത്? ഉത്തരം ടിനിയൻ ദ്വീപ്. ഹിരോഷിമയിലെ സമാധാന സ്മാരകം ഏത് വർഷമാണ് സ്ഥാപിച്ചത്? ഉത്തരം 1954. നാഗസാക്കി ആക്രമണത്തിൽ പ്രധാനമായും നശിച്ച പ്രദേശം ഏത്? ഉത്തരം ഉറഗാമി വാലി. പോക്രാൻ 2 എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ അണുപരീക്ഷണം ഏത് വർഷമാണ് നടന്നത്? ഉത്തരം 1998. സദാക്കോ സസാക്കി എന്ന ബാലികയെക്കുറിച്ച് ഓർക്കുന്നതിനായി ഏത് ഉത്സവമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം പീസ് ക്രെയിൻ ഫെസ്റ്റിവൽ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനം നടന്നതിനെ കുറിച്ച് ലോകത്തിന് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വാർത്താ ഏജൻസി ഏത്? ഉത്തരം ടോക്കിയോ റേഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: സഡാക്കോ ആൻഡ് ദ 1000 പേപ്പർ ക്രെയിൻസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോസും കാണുക.